9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് അനുഭവിച്ചതാണ്. 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തരാനാണ് ഫസൽ സാർ വന്നത്. അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാൻ പറയുന്ന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏത് ചാനൽ? നമ്മുടെ SLC ചാനൽ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ എനിവേ പറഞ്ഞു വരുന്ന കാര്യം എത്രയേ ഉള്ളൂ. നമ്മുടെ പുസ്തകം വിതരണത്തിനെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ നിയമസഭയിൽ വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകം വിതരണത്തിന് റെഡിയായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഇത്രയാണ്: നിങ്ങളുടെ സ്കൂളുകളിലേക്ക് ചില പാഠപുസ്തകങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റിയത് ഒന്നുമില്ല, സിലബസ് കുറച്ചും കൂടെ കട്ടിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ പഠിച്ചിരുന്ന സിലബസ് ഒന്ന് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർലി ഇങ്ങനെ നമ്മൾ പറയില്ലേ, പൊളിച്ചെഴുതാന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇനി വരാൻ പോകുന്നത്. അത് എല്ലാ സബ്ജക്റ്റിനും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോകചരിത്രം അതൊക്കെ നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, ഇത് വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിന് വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് 10ാം ക്ലാസ് കുറച്ചും കൂടെ ലേറ്റ് ആയിരിക്കും തന്നെയാണ്. ഓക്കെ, അതിൽ പേടിയൊന്നും വേണ്ട. അപ്പം അധികം വൈകാതെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും എന്നാണ് പറയാൻ പറ്റിയത്. സ്കൂളുകളിലേക്ക് ടെക്സ്റ്റ് ബുക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ സ്കൂളിൽ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ എനിവേ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ റേസിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സീറ്റ് വേഗം ഉറപ്പിക്കണം. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്ന സമയത്ത് പുതിയ സിലബസിലൂടെ ആദ്യം പഠിക്കുന്നത് നിങ്ങളായിരിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ പരീക്ഷകളായിക്കോട്ടെ, അതിൻ്റെ എക്സാം ഡിസ്കഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ നോട്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ മറ്റെന്തെല്ലാം രീതിയിൽ നിങ്ങളെ ഇൻട്രസ്റ്റോടുകൂടി പഠിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. അത് എത്രയും സിമ്പിളാക്കിയിട്ട് ഏത് ടഫ് സിലബസ് വന്നാലും നമ്മളത് കോൺക്രീറ്റ് ചെയ്യും, നമ്മളത് പൊളിച്ചെടുക്കും. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ എല്ലാ ക്ലാസ്സും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ അതിനൊക്കെ വേണ്ടിയുള്ള ടീച്ചേഴ്സ് എല്ലാം ഇവിടെ റെഡിയും കൂടിയാണ്. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാത്രമല്ല 10ാം ക്ലാസ്സിൻ്റെ ചാനൽ നിർബന്ധമായിട്ട് നമ്മുടെ SLC ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം. ഓക്കെ, അതിലാണ് ഇനി പുതിയ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ മറക്കണ്ട കേട്ടോ. വീണ്ടും കാണാം. താങ്ക് യു. ടാറ്റാ, ബൈ.